ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മലബാറിൻ്റെ സ്വന്തം നല്ല സ്പൈസിയും ഫ്ലേവറോട് കൂടിയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലോട് കൂടിയ ചിക്കനും എടുക്കാം, അല്ലെങ്കിൽ ബോൺലെസ് ചിക്കൻ ആണെങ്കിൽ എടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതുപോലെ ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ നന്നായിട്ട് ചതച്ചത് ചേർക്കാം കേട്ടോ. 1 ടീസ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർക്കണം. അതിനു മുമ്പ് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിനാഗിരി ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് 3 ടീസ്പൂൺ അളവിൽ. അല്ലെങ്കിൽ പകരം നാരങ്ങ നീരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, കൈ വെച്ച് തന്നെ. എന്നിട്ട് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് മാറ്റി വയ്ക്കുക. അപ്പോഴായിരിക്കും ഈ ഒരു ചിക്കൻ കഷ്ണങ്ങളിൽ ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് ഒന്ന് പിടിച്ച് വരിക. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി മസാലയൊക്കെ പിടിച്ച് വരും. പിന്നെ ചിക്കൻ കൊണ്ടാട്ടത്തിന് ചിക്കൻ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ചെറിയ കഷ്ണങ്ങളായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരിക കേട്ടോ. മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് തന്നെ വരും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂണോളം അളവിലേക്ക് വെളിച്ചെണ്ണ മതിയാവും. നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഈ ഒരു ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയുടെ ഫ്ലേവർ തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം എല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ കൂടുതൽ ഞാൻ എടുത്തിരിക്കുന്നത് ബോൺലെസ് പീസസ് ആണ്. അതെന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്യാനുള്ള ഒരു അളവാണ് ഞാനിതിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നല്ല സ്പൈസിയും നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പി തന്നെയാണ്. നമുക്ക് ഇത്ര എളുപ്പത്തിൽ ഇത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അടിപൊളി തന്നെയല്ലേ. അതും പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം കേരള സ്റ്റൈലിലുള്ള ഒരു നാടൻ ടേസ്റ്റും ആ ഒരു വെളിച്ചെണ്ണയുടെ ഫ്ലേവറൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ റിലീസായിട്ട് വരുമല്ലോ, ചിക്കനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ. അതിന് ശേഷം അതൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചും ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒന്ന് ഫ്രൈ ആയിട്ട് തന്നെ വന്നോട്ടെ കേട്ടോ. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട എന്ത് കോമ്പിനേഷൻസിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. ഇതിലിപ്പോൾ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ചൈനീസ് റെസിപ്പിയുടെ കൂടെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാവുന്നതുള്ളൂ കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം കേട്ടോ. പക്ഷേ ഒരുപാട് അങ്ങോട്ട് ഹാർഡായിട്ടുള്ളൊരു ടെക്സ്ചറിലേക്ക് വരണ്ട. ചിക്കൻ ഒന്ന് ജ്യൂസി ആയിട്ട് തന്നെ ഇരിക്കണം, പക്ഷേ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് ആ ഒരു രീതിയിൽ തന്നെ വരുന്നതായിരിക്കും നന്നായിട്ട് തന്നെ വരിക കേട്ടോ. ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ ശരിക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ വരിക. ആ ഒരു മസാല കാര്യങ്ങളൊക്കെ വളരെ മിതമായിട്ടുള്ള അളവിലാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നുള്ള. ഓവറായിട്ടുള്ളൊരു മസാലയോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ അത് ചെറിയ അളവിലാണ് ചേർക്കണമെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ചിക്കൻ കൊണ്ടാട്ടം ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാം ഇതുപോലെ ഒന്ന് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയുണ്ട്. ഇത് തന്നെ മതി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഒരു 15ഓളം ചെറിയുള്ളി ഒന്ന് മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു റെസിപ്പിക്ക് ചെറിയുള്ളി തന്നെയായിരിക്കും ടേസ്റ്റ് കൊടുക്കുക. പിന്നെ ചെറിയുള്ളി ഇല്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പുറത്തൊക്കെ താമസിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാള ഉപയോഗിക്കാവുന്നതുള്ളൂ. ഒരു ചെറിയ സവാള കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഈ ചെറിയുള്ളി ഒന്ന് വഴന്ന് വരട്ടെ. അത്യാവശ്യം നന്നായിട്ട് ഒന്ന് ചെറിയുള്ളി വഴന്ന് വരണം കേട്ടോ. അപ്പോഴായിരിക്കും നന്നായിട്ട് വരിക. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് മുറിച്ചതും പിന്നെ കറിവേപ്പില ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുക. കറിവേപ്പില അത്യാവശ്യം നന്നായിട്ട് ചേർക്കുമ്പോൾ തന്നെ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് വരിക. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തതാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഒരു വെളിച്ചെണ്ണ കൂടുതൽ അളവിൽ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ നമുക്ക് ഉപയോഗിക്കേണ്ട കേട്ടോ. ബാക്കി നമുക്ക് മാറ്റിക്കളയാവുന്നതുള്ളൂ. കുറച്ച് തന്നെ മതിയാവും. ഒരു 1.5 ടേബിൾ സ്പൂൺ ആ ഒരു അളവിലൊക്കെ തന്നെ മതിയാവും ഈ ഒരു സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുളക് അല്ലെങ്കിൽ വറ്റൽമുളകാണ് ഞാനൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു 4 ഉണക്കമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒക്കെ ഇടുന്ന ആ ഒരു ഉണക്കമുളകും ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വരും. ഈ ഉണക്കമുളക് ചില്ലി ഫ്ലേക്സ് ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ശരിക്കും അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ടോ. അപ്പോൾ കണ്ടോ, ഇതുപോലെ ഒന്ന് കുറച്ച് സമയം ഒന്ന് നമുക്ക്
ആ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് എല്ലാം കൂടെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ പിന്നെ മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അതൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. 1 ടീസ്പൂണോളം അളവിൽ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയുടെ അളവ് കൂടിപ്പോയരുത് കേട്ടോ, കൂടിപ്പോയി നന്നായിട്ട് വരില്ല. പിന്നെ 1 ടീസ്പൂണാണ് ഞാൻ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നത്. ചില്ലി ഫ്ലേക്സിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറയുമ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ചേർക്കണം. ഉണക്കമുളക്, പച്ചമുളക്, ചില്ലി ഫ്ലേക്സ് അതിൻ്റെ അളവിലൊക്കെ മുളക് പൊടിയുടെ ഒക്കെ അളവിൽ കൂടുതൽ ചേർക്കുക. ചില്ലി ഫ്ലേക്സ് കൂടുതൽ ചേർക്കുമ്പോഴാണ് കൂടുതൽ നന്നായിട്ട് തന്നെ വരിക. ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു എരിവും മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്ന ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ സോസ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പോളം അളവിൽ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ആ ഒരു സോസിലേക്ക് ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മളിത് ഡ്രൈ ആക്കി എടുക്കും. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ മെയിൻ കോഴ്സൊക്കെ ആയിട്ട് കഴിക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറയുന്നത്. പക്ഷേ ഗ്രേവി ആയിട്ട് ഉണ്ടാക്കരുത് കേട്ടോ, അത് നന്നായിട്ട് വരില്ല. അപ്പോൾ അത് കുറച്ചും കൂടി വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പും കൂടെ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ചിക്കൻ കഷ്ണങ്ങളും കൂടെ ചേർത്തിട്ട് കുറച്ച് സമയം നമുക്ക് ഈ ഒരു സോസിൽ ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും ആ ഒരു ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് സോസ് പിടിച്ച് അടിപൊളിയായിട്ട് തന്നെ മാറുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർക്കുക. ഇതിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ്. ഗരം മസാലയുടെ അളവും കൂടി പോണ്ട. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയമെടുത്ത് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴാണ് ഇത് ശരിക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ മാറുക കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ അതിലൊക്കെ ഉപ്പുണ്ടാവും. ഉപ്പ് കുറവാണെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. നല്ല ടേസ്റ്റിയും തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നല്ല ഡ്രൈ ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് കോമ്പിനേഷൻസിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാവുന്നതുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.